ഫ്രീഡം വേൾഡ്. ഇന്ന് നിങ്ങളോട് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ലോകസഭയിൽ ഇതുവരെ നടപ്പിലാക്കിയിട്ടുള്ള 10 പ്രധാനപ്പെട്ട നിയമങ്ങൾ ഏതൊക്കെയാണെന്നാണ്. ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട, നിലവിൽ വന്നാൽ ഏറ്റവും കൂടുതൽ ഉപകാരപ്രദമാവുമെന്ന് തോന്നിയിട്ടുള്ള ഒരു നിയമം എന്തായാലും കമന്റ് ബോക്സിൽ ഒന്ന് ടൈപ്പ് ചെയ്തേക്കും. അപ്പൊ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോവാം. നമ്പർ 10, ജോലി സ്ഥലത്ത് സ്ത്രീകൾക്കെതിരായ ലൈംഗിക പീഡന നിയമം. 2013 സ്ഥാപിതമായ ഈ നിയമം ജോലി സ്ഥലങ്ങളിൽ സുരക്ഷ നിർബന്ധമാക്കുകയും സ്ത്രീകൾക്ക് പരാതി പരിഹാര സംവിധാനങ്ങൾ സ്ഥാപിക്കുകയും ചെയ്യുന്ന ഒന്നാണ്. അവർക്ക് കൂടുതൽ സംരക്ഷണം നൽകുന്ന ഒന്നാണ് ഇത്. നമ്പർ 9, പരിസ്ഥിതി നിയമം. 1986 സ്ഥാപിതമായ ഈ നിയമം പരിസ്ഥിതി സംരക്ഷണത്തിനും മെച്ചപ്പെടുത്തലിനും വേണ്ടി നടപ്പിലാക്കിയതാണ്. പ്രകൃതി നമുക്കൊരുക്കിയ ഈ ഭൂമിയെ പച്ചപ്പുള്ളതാക്കി തീർക്കാനും മലിനീകരണങ്ങൾ ഒഴിവാക്കി ജീവജാലങ്ങൾക്ക് സുരക്ഷയോടെ ജീവിക്കാനും ഇത് സഹായിക്കുന്നു. നമ്പർ 8, ഭാരതീയ ന്യായ സംഹിത. BNS എന്നറിയപ്പെടുന്ന ഈ നിയമം 2023 നിലവിൽ വന്നത്. കൊളോണിയൽ കാലഘട്ടത്തിലെ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിന് പകരമായി പുതുക്കിയതും ആധുനികവൽക്കരിച്ചതുമായ ഒരു ക്രിമിനൽ കോഡാണ് ഇത്. നമ്പർ 7, 2019 വേതന കോഡ്. എല്ലാ തൊഴിലാളികൾക്കും സാർവത്രിക മിനിമം വേതനവും സമയബന്ധിതമായ വേതനവും ഉറപ്പാക്കുന്നതിന് ഒന്നിലധികം തൊഴിൽ നിയമങ്ങൾ ഏകീകരിക്കുകയും ഉറപ്പാക്കുകയും ചെയ്യുന്ന ഒരു നിയമമാണ് ഇത്. അതുകൊണ്ട് തന്നെ ഇത് തൊഴിലാളികൾക്ക് വളരെ ഗുണമുള്ള ഒന്നാണ്. നമ്പർ 6, കുട്ടികളുടെ സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസ അവകാശ നിയമം. RTE എന്നറിയപ്പെടുന്ന ഈ നിയമം 2009 നിലവിൽ വന്നത്. ഇത് 6 മുതൽ 14 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം ഉറപ്പു നൽകുന്നു. നമ്പർ 5, ഗാർഹിക പീഡനത്തിൽ നിന്ന് സ്ത്രീകളെ സംരക്ഷിക്കുന്നതിനുള്ള നിയമം. 2005 നിലവിൽ വന്ന ഈ നിയമം വീടിനുള്ളിൽ ശാരീരികവും വൈകാരികവും സാമ്പത്തികവുമായ പീഡനങ്ങളിൽ നിന്ന് സ്ത്രീകളെ സംരക്ഷിക്കുന്നതിനുള്ള ഒരു സിവിൽ പ്രതിവിധിയാണ്. ഇതിലൂടെ ഇവരുടെ സുരക്ഷ ഉറപ്പാക്കുകയും ചെയ്യുന്നു. നമ്പർ 4, ഉപഭോക്തൃ സംരക്ഷണ നിയമം. 2019 സ്ഥാപിതമായ ഈ നിയമം സാധനങ്ങളുടെയും അന്യായമായ വ്യാപാര രീതികളുടെയും പിടിയിൽ നിന്ന് ഉപഭോക്താക്കളെ സംരക്ഷിക്കുകയും ഉൽപ്പന്ന ബാധ്യത ഉറപ്പാക്കുകയും ചെയ്യുന്ന ഒന്നാണ്. ഇതുവഴി എല്ലാ ഉപഭോക്താക്കൾക്കും ഗുണനിലവാരമുള്ള ന്യായമുള്ള രീതിയിൽ സാധനങ്ങൾ വാങ്ങിച്ചെടുക്കാൻ സാധിക്കും. നമ്പർ 3, ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട്. 2000 നിലവിൽ വന്ന ഈ നിയമം സൈബർ കുറ്റകൃത്യങ്ങൾക്കും ഡാറ്റ സംരക്ഷണങ്ങൾക്കും ഇലക്ട്രോണിക് വാണിജ്യങ്ങൾക്കും കൈകാര്യം ചെയ്യുന്ന പ്രാഥമിക നിയമമാണ്. ഇതുമൂലം സൈബർ കുറ്റകൃത്യങ്ങൾ ഒരു പരിധിവരെ കുറയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. നമ്പർ 2, വിവരാവകാശ നിയമം. RTI എന്നും കൂടി അറിയപ്പെടുന്ന ഈ നിയമം 2005 നിലവിൽ വന്നത്. പൊതു അധികാരികളിൽ നിന്ന് വിവരങ്ങൾ അറിയാൻ ഏതൊരു പൗരനും ധൈര്യത്തോടെ അന്വേഷിക്കാനും അതിനെ പ്രോത്സാഹിക്കുകയും ചെയ്യുന്ന ഒരു നിയമമാണ് ഇത്. നമ്പർ 1, ഇന്ത്യൻ ഭരണഘടന. മൗലികാവകാശങ്ങൾ നൽകുന്നതും ഭരണഘടനയെ നിർദ്ദേശിക്കുന്നതും ഇന്ത്യയുടെ പരമോന്നത നിയമ അതോറിറ്റിയാണ്. ഇത് ഇന്ത്യയിലെ ഓരോ പൗരന്റെയും അവകാശത്തെ സംരക്ഷിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.